Hello dears, welcome back to Silent Learning. It's me, Rohit. മക്കളെ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ എവിടെയൊക്കെ മാത്സ് പഠിക്കുന്നോ, ഏതൊക്കെ ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ മാത്സ് പഠിക്കാനുണ്ടോ, എല്ലാ ചാപ്റ്റേഴ്സിലും ഈ ചാപ്റ്ററിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഈ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് വരുന്ന 9th-ലായിക്കോട്ടെ 10th-ലായിക്കോട്ടെ +1-ലായിക്കോട്ടെ +2-ലായിക്കോട്ടെ ഒരു ക്ലാസ്സിലും മാത്സിൻ്റെ ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിലെ പോലും പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ ആയിപ്പോവും. അങ്ങനെ ആയി പോവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ പച്ചവെള്ളം പോലെ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ ആണല്ലോ മക്കളെ? ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ അതേസമയം വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ക്വസ്റ്റൻ എങ്ങനെ സോൾവ് ചെയ്യും, ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും, ആൻഡ് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ശരിയാണോ തെറ്റാണോ എന്നറിയാനുള്ള ഒരു വെരിഫിക്കേഷൻ മെത്തേഡ് ഉണ്ട്. ഇത് രണ്ടുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. x is equal to 4/5 into x plus 10. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രമാത്രം മക്കൾ മനസ്സിലാക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് വരുന്ന ടേംസ് ഒക്കെ ഒരു സൈഡിലേക്കും എക്സ് വരാത്തൊക്കെ മറ്റേ സൈഡിലേക്കും കൊണ്ടുപോകാറാണ് നമ്മൾ പതിവ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് /5 ഇങ്ങോട്ട് കൊണ്ടുപോകാം. /5 അപ്പുറം പോയാൽ എന്തായി? ×5 ആവും അല്ലേ? /5 അപ്പുറം പോയാൽ ×5 ആവും. അവിടെ ഓൾറെഡി ആരാളുള്ളത്? എക്സ് ഉണ്ട്. അപ്പോൾ 5 × x എന്ത് വന്നു? 5 × x എന്ന് വന്നു, അഥവാ 5x എന്ന് വന്നു. 5x is equal to എത്ര വന്നു? 4 × ബാക്കി എന്താണുള്ളത്? /5 അപ്പുറം പോയി, അത് പിന്നെ ഇവിടെ അല്ല. പിന്നെ എന്താ ബാക്കിയുള്ളത്? 4 × x + 10. ഓക്കെ, ഇനി ആ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. 5x is equal to 4 × x + 10. നമ്മൾ എന്ത് ചെയ്യണം? 4നെ കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം, 4x. പിന്നെ 4നെ കൊണ്ട് +10നെ മൾട്ടിപ്ലൈ ചെയ്യാം, എന്തായി? +40 അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള 4xനെ അങ്ങോട്ട് കൊണ്ടുപോകണം. 4x അപ്പുറം പോയാൽ എന്തായി? 5x അപ്പുറത്ത് ഓൾറെഡി ഉണ്ട്. അപ്പുറത്തുള്ള 4x അപ്പുറം വന്നതായി -4x ആയി. ഇസ് ഈക്വൽ ടു ബാക്കി എന്താ ഉണ്ടാവുക? 4x അപ്പുറം പോയി, ബാക്കി എന്താ അവിടെ ഉള്ളത്? ബാക്കിയുള്ളത് 40 ആണ്. അപ്പോൾ 5x - 4x ദാറ്റ് ഈസ് വെറും x. x = 40 എന്ന് കിട്ടി. മക്കളെ, ഇതിൻ്റെ വെരിഫിക്കേഷൻ മെത്തേഡ് വളരെ ഈസിയാണ്. നമുക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ തെറ്റാണോ നമുക്കറിയണം. വളരെ ഈസിയാണ്. ഇത്ര മാത്രം ശ്രദ്ധിക്കാം മക്കൾ. ഇതിൻ്റെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റിൻ്റെ LHS എഴുതുക. LHS എന്താ? LHS എന്ന് പറഞ്ഞാൽ x ആണ്. LHS അല്ലേ? നോക്കടാ, x അല്ലേ LHS? ഒരു മിനിറ്റ് ആണോ, x അല്ലേ LHS? സോ LHS എഴുതി എക്സിൻ്റെ വാല്യൂ എത്രയാ? 40. അപ്പോൾ LHS 40 എന്ന് കിട്ടി. ഇനി RHS എഴുത്. RHS എന്താ? RHS എന്ന് പറഞ്ഞാൽ 4/5 × x + 10. 4/5 × x + 10. x എത്രയാ? 40. 40 + 10 അഥവാ വിച്ച് ഇസ് ഈക്വൽ ടു 4/5 × 40 + 10 എത്രയാ? 50 അല്ലേ? 40% 50 ആണ്. അപ്പോൾ 4/5 × 50, അതിൽ മേലുള്ള 50യും താഴെയുള്ള 5ഉം കട്ടായി പോയി. 50/5 എത്രയാ? 10. അപ്പോൾ എന്ത് വന്നു? 4 × 10 വന്നു, ദാറ്റ് ഈസ് 40. അതായത് നമുക്ക് LHSഉം 40 കിട്ടി, RHSഉം 40 കിട്ടി. അങ്ങനെ LHSഉം RHSഉം സെയിം ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസർ ഇല്ല, എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ LHSഉം നമുക്ക് കിട്ടും, RHSഉം നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന LHSഉം RHSഉം സെയിം ആണെങ്കിൽ, രണ്ടും സെയിം ആണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ ചെയ്ത ആൻസർ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത മെത്തേഡ് കറക്റ്റ് ആണ്, നമുക്ക് ഫൈനലി കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? സോ ഈ ഒരു ചാപ്റ്ററിൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് മക്കൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് വെരിഫിക്കേഷനുള്ളൊരു ഓപ്ഷൻ അവിടെ ബാക്കിയുണ്ട്. പക്ഷേ നിങ്ങളത് ചെയ്യരുത്. എപ്പോൾ ചെയ്യരുത്? നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുകയാണ്, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു, ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു, ഓക്കെ, നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടി x = 40. അന്നപ്പോൾ നിങ്ങൾ വെരിഫിക്കേഷൻ എഴുതാൻ പോകരുത്, നോക്കാൻ പോകരുത്. നിങ്ങളത് അവിടെ വെക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോവുക. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം, ടൈം ബാക്കി ഉണ്ടെങ്കിൽ മാത്രം മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ എന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ടേ, നിങ്ങൾ ചെയ്ത് തെറ്റല്ലല്ലോ എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് സമയം കളയരുത്. നിങ്ങൾ ചെയ്ത് ശരിയായിരിക്കുന്നുള്ള വിശ്വാസം നിങ്ങൾ ബാക്കി ചെയ്യാം. എന്നിട്ട് അവസാനം സമയം ഉണ്ടെങ്കിൽ മാത്രം വന്നിട്ട് വെരിഫിക്കേഷൻ മെത്തേഡ് ചെയ്തിട്ട് ശരിയാണോ നോക്കുക. ഓക്കെ ആണല്ലോ? വെരിഫിക്കേഷൻ മെത്തേഡ് പൊതുവേ നമ്മളോട് ചെയ്യാൻ ചോദിക്കാറില്ല. വെരിഫൈ ദ സൊല്യൂഷൻ എന്ന് പൊതുവേ ചോദിക്കാറില്ല. മേ ബി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഇനി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ എന്നുള്ളൊരു കൗതുകം ഉണ്ടാവുമല്ലോ, അതിൻ്റെ പുറത്ത് ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റ് ആണല്ലോ മക്കളെ? സോ ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ നമ്മൾ പബ്ലിക് ലൈവിൽ യൂട്യൂബിൽ നിങ്ങൾ നമ്മുടെ ചാനൽ എടുക്കുക, A to Z BS ചാനൽ എടുക്കുക, അതിൽ ലൈവ് സെഷനിൽ പോവുക. പാർട്ട് 1 പാർട്ട് 2 2 ലൈവുകളിലായിട്ട് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സാർ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫുൾ സൊല്യൂഷൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, MCQs എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ യോദ്ധ ബാച്ചിൽ, സൈലത്തിൻ്റെ 8th CBSEയുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള യോദ്ധ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുന്തോറും അതിൻ്റെ ഇപ്പോൾ ഒരു ക്ലാസ് നിന്ന് എടുത്തു, അപ്പോൾ അതിന് ആ ക്ലാസ്സിലെ 5 MCQs നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അടുത്ത ക്ലാസ് എടുത്തു, ആ ക്ലാസ്സിൻ്റെ 5 MCQs അന്ന് തന്നെ ആപ്പിൽ വരും. അതായത് ഒരു ചാപ്റ്റർ ഇപ്പം നമ്മൾ 5 ക്ലാസ് കൊണ്ടാണ് തീർക്കുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ 5 × 5 25 MCQs ആ ചാപ്റ്ററിന് നമ്മൾ പഠിക്കും അല്ലേ. അത് കഴിഞ്ഞാൽ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, പീരിയോഡിക് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാവും. സോ നീ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഏതെങ്കിലും മക്കൾ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ താഴെ കൂടി ഓടി പോകുന്നത് കാണാൻ പറ്റും. സോ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ജോയിൻ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ മക്കളെ, ബൈ.